ഹായ് ഫ്രണ്ട്സ്, വിഷുവിന് ഞങ്ങൾ വീഡിയോ ഇട്ടതുപോലെ തന്നെ ഇത്തവണയും ലേറ്റായിട്ടാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ പൊന്നൂസിൻ്റെ ആദ്യ ഓണമായിരുന്നു. ഓണത്തിൻ്റെ കാര്യം പറയുമ്പോൾ തലേ ദിവസത്തെ കാര്യം തൊട്ട് പറഞ്ഞു തുടങ്ങണം. അപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഞങ്ങൾ ഓണത്തിൻ്റെ തലേ ദിവസം രാവിലെയാണ് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തുന്നത്. അപ്പോൾ രാത്രി ഞങ്ങൾ ഓണക്കോടി എടുക്കാനായിട്ട് പോയി കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിൽ, നിങ്ങൾക്കറിയാം തൃശ്ശൂർ, കുറേ പേർക്കൊക്കെ അറിയാം, തൃശ്ശൂർകാർക്കൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, പറഞ്ഞും കേട്ടുമൊക്കെ ആയിട്ട്. തൃശ്ശൂരുകാർക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പൂരം പോലെ തന്നെ വലിയൊരു ആഘോഷമാണ്. അപ്പം ഞങ്ങളത് കാണാനായിട്ട് റൗണ്ടിൽ കുറേ കടകളും ഒക്കെ വന്നിട്ടുണ്ട്. അത് കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സുണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് എന്താ പറയുക, ആഭരണങ്ങൾ, ഓർണമെൻറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കാണാനും മേടിക്കാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ആരോ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കണ്ടടാ വില കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്കറിയത്തില്ല, ഞങ്ങളങ്ങനെ പൂക്കളൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അവരവിടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുഴുവൻ നടന്ന് കണ്ടിട്ട് ഞങ്ങൾ ബജ്ജി മേടിച്ച് കഴിച്ചു. അതൊക്കെ ഒരു രസമാണല്ലോ നമ്മളെ സംബന്ധിച്ച്. ഇങ്ങനെ ഇപ്പോൾ പൂരത്തിന് പോയാലും പെരുന്നാളിന് പോയാലും ബജ്ജി മേടിക്കുക, കഴിക്കുക, അതൊക്കെ നടന്ന് കാണുക, എന്തെങ്കിലും ഒന്ന് വാങ്ങുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ഇതിങ്ങനെ നടന്ന് കാണാനാണ് ഇഷ്ടം. പിന്നെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടം മേടിച്ച് കൈ പിടിക്കുന്നല്ല. അത് ഇത്തവണ ചെന്നപ്പോൾ അവൻ ആദ്യമേ തന്നെ അവനുള്ളത് മേടിച്ച് അവൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ബജ്ജിക്കടയിലേക്ക് പോയിട്ട് ഏത് ബജ്ജി വേണം ഞങ്ങൾ ചർച്ചയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മുളക് ബജ്ജിയാണ് ആദ്യം വാങ്ങിച്ചത് കേട്ടോ. മുളക് ബജ്ജി തീർന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു കോളിഫ്ലവർ ബജ്ജി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. ഞാനുണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ മമ്മി ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ അറിയാലോ ഞങ്ങളുടെ ലിറ്റിൽ ഹീറോ ഉണ്ടായിരുന്നു കൂടെ. അവൻ്റെ ആദ്യത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ മുണ്ടും ജുബയാണ് അവനെ എടുത്തത്. അപ്പോൾ അത് എടുക്കാനായിട്ട് ഞങ്ങൾ പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നപ്പോൾ എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു, അതൊക്കെ നാളെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു രേവതാണാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു ആളുടെ അടുത്ത് നിന്നിട്ട്. അത് പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, എന്താണെന്ന് പറയാനായിട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡിനും പേരറിയത്തില്ല. നമുക്ക് ഈ കടലയും തക്കാളിയും ക്യാബേജും ഒക്കെ ഇട്ട് നമുക്ക് കിട്ടില്ലേ ഇങ്ങനെ എല്ലാം കൂടെ. അത് ഞാൻ കൂടുതലും കഴിച്ചേക്കുന്നത് ഇവിടെ തൃശ്ശൂർ വന്നതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം നടന്ന് കണ്ട് തിരിച്ചു പോകുവാണ്. തിരിച്ചു പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്, വണ്ടിയിൽ വെച്ചെടുത്ത വീഡിയോയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ